everyone, welcome back to my YouTube channel സ്വീഡൻ ഡയറീസ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നത് സ്വീഡനിലേക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻസ് ആയി. അതിനകത്ത് നമ്മൾ റെസിഡൻസ് പെർമിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ്സിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് റെസിഡൻസ് പെർമിറ്റ് കാർഡിന് അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള പ്രൊസീജിയേഴ്സിനെ കുറിച്ചാണ്. നിങ്ങളൊരു സ്റ്റുഡൻറ്റ് കൺസൾട്ടൻസി വഴിയോ അല്ലെങ്കിൽ ഏജൻസി വഴിയോ ഒക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ പ്രൊസീജിയേഴ്സിലെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് അവരായിരിക്കും. സോ ഞാൻ വരുന്ന സമയത്ത് GB എഡ്യൂക്കേഷൻ, കൊച്ചിയിലുള്ള GB എഡ്യൂക്കേഷൻസ് വഴിയാണ് അവരുടെ ഹെൽപ്പോട് കൂടിയാണ് ഞാൻ സ്വീഡനിലേക്ക് വന്നിട്ടുള്ളത്. സോ ഈ പ്രൊസീജിയേഴ്സിലെല്ലാം ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഉൾപ്പെടെ ഉള്ള എല്ലാ കാര്യങ്ങളിലും എന്നെ ഹെൽപ്പ് ചെയ്തത് അവരായിരുന്നു. റെസിഡൻസ് പെർമിറ്റിന് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആയി എന്നുള്ളൊരു കൺഫർമേഷൻ മെയിൽ നമുക്ക് മൈഗ്രേഷൻ വർക്കറ്റിൽ നിന്ന് വരും. പിന്നീടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻസും മൈഗ്രേഷൻ വർക്കറ്റിൻ്റെ മെയിൽ ഐ ഡിയിൽ നിന്നാണ് നമുക്ക് വരുന്നത്. RP കാർഡിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബയോമെട്രിക്സും പാസ്പോർട്ട് വെരിഫിക്കേഷനും ഓർ ഇൻ്റർവ്യൂ ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ കേസ് ഓഫീസർ. ചിലപ്പോൾ നിങ്ങൾക്ക് പാസ്പോർട്ട് വെരിഫിക്കേഷനും ബയോമെട്രിക്സും മാത്രമേ ഉണ്ടാവൂ, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കൂടെ ഉണ്ടാവും. എനിക്ക് പാസ്പോർട്ട് വെരിഫിക്കേഷനും ബയോമെട്രിക്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നില്ല. സോ നമ്മുടെ സ്വീഡൻ്റെ എംബസി വരുന്നത്, ഇന്ത്യയിൽ വരുന്നത് ഡൽഹിയിലെ ചാണക്യപുരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ ഒരു സ്ഥലം മൊത്തം പല പല രാജ്യങ്ങളുടെ എംബസീസ് ഉള്ള ഒരു സ്ഥലമാണ്. സോ മൺഡേ ടു ഫ്രൈഡേ 8:30 to 10:30 AM വരെയാണ് നമുക്ക് ഈ ബയോമെട്രിക്സും പാസ്പോർട്ട് വെരിഫിക്കേഷനും ഒക്കെ ഉള്ള അലൗഡ് ടൈം ഉള്ളത്. സോ നമ്മളതിന് എത്രയും നേരത്തെ എത്താൻ പറ്റുമോ അവിടെ അത്രയും നേരത്തെ എത്താം. സോ നിങ്ങൾ ഈ മെയിൽ കിട്ടിക്കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ ഡൽഹിയിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ടിക്കറ്റ്സ് എടുക്കുക, എത്രയും വേഗം തന്നെ ടിക്കറ്റ്സ് എടുക്കുക. സോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനും ഹസ്ബൻഡും മോളും കൂടിയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ 3 പേർക്കും പാസ്പോർട്ട് വെരിഫിക്കേഷനും ബയോമെട്രിക്സും ഉണ്ട്. നമ്മൾ നെക്സ്റ്റ് വീക്കിൽ തന്നെ ഡൽഹിയിലേക്ക് പോയി. ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവിടെ അത്യാവശ്യം ആൾക്കാർ അപ്പം തന്നെ ഉണ്ടായിരുന്നു. സോ എത്രയും നേരത്തെ നമ്മൾ എത്താൻ പറ്റുന്നോ അത്രയും നേരത്തെ എത്തുന്നതാണ് നല്ലത്. അവിടെ ചെന്ന് നമുക്ക് വേറെ മുൻകൂട്ടി ബുക്കിംഗ് ഒന്നുമില്ല. നമ്മൾ അവിടെ ചെല്ലുന്നു, നമ്മുടെ പേര് പറഞ്ഞു കൊടുക്കുക, അപ്പോൾ അവർ നമുക്കൊരു നമ്പർ തരും. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. 8:30 ആവാതെ നമ്മൾ ആരെയും അകത്തേക്ക് കടത്തില്ല. 8:30 ആയിക്കഴിഞ്ഞാൽ നമ്പർ വൈസ് നമ്മൾ ഉള്ളിലേക്ക് വിളിക്കും. നമ്മളപ്പോൾ എല്ലാ ഡോക്യുമെൻസും, നമ്മുടെ അക്കാഡമിക്കൽ ഡോക്യുമെൻസും അതുപോലെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മൾ ഇതിനു വേണ്ടി കൊടുത്തിട്ടുള്ള എല്ലാ ഡോക്യുമെൻസും ഒറിജിനലും കോപ്പിയുമായിട്ട് എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ആവശ്യത്തിന് ചോദിച്ചാലോ എന്നുള്ള രീതിയിൽ. പക്ഷെ അതൊന്നും ആവശ്യം വന്നില്ല. നമ്മൾ ജസ്റ്റ് പാസ്പോർട്ടോട് മാത്രമായിട്ട് ഉള്ളിലേക്ക് കടത്തും. ഉള്ളിലേക്ക് കടക്കുമ്പോൾ നമുക്കൊരു ടാഗ് തരും അവർ. അവിടെ ചെന്ന് എന്നോട് ചോദിച്ചത്, സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് ചോദിച്ചത് ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണ് സെലക്ഷൻ കിട്ടിയിട്ടുള്ളത് എന്നാ. അത് മാത്രമേ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ചോദിച്ചുള്ളൂ. പിന്നെ നമ്മുടെ ഹൈറ്റ് അവിടെ പറഞ്ഞു കൊടുക്കണം. പിന്നെ നമ്മുടെ ഒരു ഫോട്ടോ എടുക്കും, ബയോമെട്രിക്സ് എടുക്കും, ഒരു സിഗ്നേച്ചർ ചെയ്യണം. മോൾക്ക് ജസ്റ്റ് ഫോട്ടോ എടുക്കൽ മാത്രമേ ഉണ്ടായിരുന്നു. അതുപോലെ ഹൈറ്റും പറഞ്ഞു കൊടുക്കണം, വേറെ ഒന്നും ഇല്ലായിരുന്നു. ഹസ്ബൻഡിൻ്റെ അടുത്തും വേറെ ഒന്നും ചോദിച്ചില്ല, ഹൈറ്റ് മാത്രമേ ചോദിച്ചുള്ളൂ. അതുപോലെ തന്നെ വേറൊരു കാര്യം ചോദിക്കുന്നത്, നമുക്ക് RP കാർഡ്സ് എവിടെ നിന്നാണ് കളക്ട് ചെയ്യേണ്ടത് എന്നാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് RP കാർഡ് ഡൽഹിയിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ സ്വീഡൻ എംബസീസിൻ്റെ കോൺസുലേറ്റ്സ് ഉണ്ട്, അവിടെ നിന്നാണ്. 3 കോൺസുലേറ്റ്സ് ആണ് ഇന്ത്യയിലുള്ളത്, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ. അപ്പോൾ നമുക്ക് അടുത്ത ചെന്നൈ ആയതുകൊണ്ട് നമ്മൾ ചെന്നൈയാണ് പ്രിഫർ ചെയ്തത്. അത് നമ്മൾ പറയണം എവിടെ നിന്നാണ് കളക്ട് ചെയ്യേണ്ടത്. ആൻഡ് കൊറിയർ ചാർജ് ആയിട്ട് ഒരു 500 rupees നമ്മൾ കൊടുക്കണം. അപ്പോൾ കയറുമ്പോൾ നമ്മൾ പാസ്പോർട്ടും ഒരു 500 രൂപയുമായിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട്. പിന്നീട് പുറത്ത് വന്ന് എടുക്കാനൊന്നും നമ്മളെ ആ ഹാൾ വിട്ട് ആ ഓഫീസ് വിട്ട് പുറത്തേക്ക് പോകാൻ അവർ സമ്മതിക്കില്ല. അപ്പോൾ 500 rupees അതുപോലെ നമ്മുടെ പാസ്പോർട്ടും ആയിട്ട് വേണം അകത്തേക്ക് പോകാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരാൾക്ക് 500 എന്നാണ്. അപ്പോൾ 1500 rupees ആയിട്ടാണ് ഞാൻ അകത്തേക്ക് ചെന്നത്. അപ്പോൾ അവരെനിക്ക് 1000 rupees തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഓൺലി 500 മതി, 3 പേർക്കും കൂടെ 500 ആണെന്ന്. ആൻഡ് അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് ഡിസിഷൻ വരാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഏറ്റവും ടെൻഷൻ. ഈ ഒരു പ്രോസസ്സിലെ ഏറ്റവും ടെൻഷൻ നമ്മൾ അനുഭവിക്കുന്ന പീരീഡ് എന്ന് പറയുന്നത് ഈ ബയോമെട്രിക്സ് കഴിഞ്ഞ് ആപ്ലിക്കേഷൻ്റെ ഗ്രാൻഡഡ് ആണോ അല്ലേ എന്നുള്ള മെയിൽ വരുന്നതിനുള്ള സമയമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത്. സോ സാധാരണ ഒരു പ്രോസസ്സ് ചെയ്യാൻ, സ്വീഡൻ വിസകൾ പ്രോസസ്സ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും പറയുന്നത് എത്രയും വേഗം നമുക്ക് വയ്ക്കാൻ പറ്റും അത്രയും വേഗം വിസയ്ക്ക് വയ്ക്കുക എന്നുള്ളതാണ്. സോ അതും നിങ്ങളുടെ കേസ് ഓഫീസറെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ആക്ച്വലി ആ സമയമൊക്കെ ഇപ്പോൾ ഈ മെയ്ക്ക് ശേഷമുള്ള സമയമൊക്കെ ഇവിടെ ഹോളിഡേയ്സ് ആണ്. അപ്പോൾ ചിലപ്പോൾ ഓഫീസേഴ്സ് വെക്കേഷനിൽ പോവാം. അപ്പോൾ പിന്നെയും നമ്മുടെ കേസ് ഡിലേ ആവും. സോ അപ്പോൾ വെക്കേഷനൊക്കെ തുടങ്ങുന്നതിന് മുൻപ് എത്രയും വേഗം വെക്കാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്. സോ പക്ഷേ എനിക്ക് ദൈവഭാഗ്യം കൊണ്ട് പെട്ടെന്ന് തന്നെ ഡിസിഷൻ വന്നു. 1 monthനകത്ത് തന്നെ അതിൻ്റെ ഡിസിഷൻ വന്നു. യുവർ ആപ്ലിക്കേഷൻ ഗ്രാൻഡഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെയിൽ വരും. സ്വീഡിഷിലും ഇംഗ്ലീഷിലും ഇൻക്ലൂഡഡ് ആണ് ഡീറ്റെയിൽസ് എല്ലാം, നമ്മുടെ കേസ് നമ്പേഴ്സ് എല്ലാം വെച്ച് ആപ്ലിക്കേഷൻ ഗ്രാൻഡഡ് എന്ന് പറഞ്ഞിട്ട് മെയിൽ വരും. ഇതാണ് എനിക്ക് വന്ന മെയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയി. അപ്പോൾ
അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ RP കാർഡ് പ്രിൻറ്റ് ചെയ്ത് കിട്ടുക എന്നുള്ളതാണ്. ഈ ഗ്രാൻഡഡ് മെയിൽ വന്നു കഴിഞ്ഞാലാണ് RP കാർഡ് പ്രിൻറ്റ് ചെയ്ത് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഗ്രാൻഡഡ് എന്ന് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് RP കാർഡ് പ്രിൻറ്റ് ചെയ്ത് വരുമോ, നമ്മൾ പോകുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് കയ്യിൽ കിട്ടുമോ എന്നുള്ളതൊക്കെയാണ് നെക്സ്റ്റ് ടെൻഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് അപ്പോൾ ടിക്കറ്റ്സും നോക്കണം. കാരണം ജൂലൈ ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഓഗസ്റ്റേ ഉള്ളൂ. നമുക്ക് ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കിൽ കഴിഞ്ഞ വട്ടത്തെ ഓട്ടം സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്തത് സെപ്റ്റംബർ 2-നാണ്. സോ 26-ാം തീയതി നമുക്ക് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. സോ അതിന് മുൻപേ നമ്മൾ ഇവിടെ എത്താൻ നോക്കും. അപ്പോൾ നമുക്ക് ഈ സാധനം കയ്യിൽ കിട്ടാതെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാനും ഒക്കെ ഈ പറഞ്ഞ പോലെ ടെൻഷനാണ്. ഒരു 2 വീക്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ RP കാർഡ് പ്രിൻ്റായി വന്നിട്ടുണ്ട്, അത് ഡൽഹിയിലെ എംബസിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള മെയിൽ വന്നു. ഇതാണ് ആ മെയിൽ. ഡൽഹിയിൽ എത്തിയിട്ടുണ്ടെന്നൊരു മെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഒരു 2-3 ദിവസത്തിനകത്തൊക്കെ നമുക്ക് ചെന്നൈയിലേക്ക് നമ്മൾ സെലക്ട് ചെയ്ത കോൺസുലേറ്റിലേക്ക് RP കാർഡ് വരും. അവരയക്കും, കൊറിയർ വഴി അയക്കും. സോ ഒരു 3-4 ദിവസത്തിന് ശേഷം നമ്മൾ ചെന്നൈ കോൺസുലേറ്റിലേക്ക് വിളിച്ചന്വേഷിച്ചു, നമ്മുടെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു. 3 പേരുടെയും എത്തിയിട്ടുണ്ടെന്ന് അവർ കൺഫേം ചെയ്താൽ നമ്മൾ അങ്ങോട്ടേക്ക് ടിക്കറ്റ് എടുക്കുന്നു. ഈ കാണുന്നതാണ് ചെന്നൈ കോൺസുലേറ്റിൻ്റെ അഡ്രസ്സ്. ഇതിനകത്ത് കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ടാണ് നമ്മുടെ RP കാർഡ് അവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ വീക്ക്ലി ഓൺലി 3 days മാത്രമേ കളക്ഷൻ ഓഫ് പെർമിറ്റ്സ് കാർഡിന് അലൗഡ് ആയിട്ടുള്ളൂ. ട്യൂസ്ഡേ, വെനസ്ഡേ ആൻഡ് തേഴ്സ്ഡേ ബിറ്റ്വീൻ 10:30 to 12:30. അത് പോയി കളക്ട് ചെയ്തു. സോ അത് കളക്ട് ചെയ്യുമ്പോൾ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കൊരു സന്തോഷം വരും. നമ്മൾക്ക് അത്രയും നാൾ കഷ്ടപ്പെട്ടതും കുറേ നമ്മൾ അതിൻ്റെ പിന്നിൽ നമ്മുടെ സ്ട്രഗിൾസ് ഉണ്ട്. ഫിനാൻഷ്യലിയും മെൻ്റലിയും ഇമോഷണലിയും ഒക്കെ നമുക്ക് കുറേ സ്ട്രഗിൾസ് ഉണ്ട്. സോ ഇതങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം വരും. സോ നമുക്ക് സ്വീഡനിലേക്ക് വരുന്നവർക്ക് നമുക്ക് വിസ പാസ്പോർട്ടിൽ പ്രിൻ്റ് ചെയ്യലല്ല, നമുക്ക് അതൊരു റെസിഡൻസ് പെർമിറ്റ്, നമ്മുടെ വിസ എന്ന് പറയുന്നത് അത് തന്നെയാണ്. ആ റെസിഡൻസ് പെർമിറ്റ് കാർഡായിട്ടാണ്. RP കാർഡ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടിക്കറ്റ്സിൻ്റെ കാര്യങ്ങൾ നോക്കാം, ഡേറ്റ്സ് നോക്കാം, നമുക്ക് വാങ്ങാനുള്ള സാധനങ്ങൾ വാങ്ങാം, അങ്ങനെയൊക്കെ എല്ലാവരോടും പറയാം. അങ്ങനത്തെ പരിപാടികളൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. സോ അപ്പോൾ ഇത്രയുമാണ് പ്രൊസീജിയേഴ്സ് ഉള്ളത്. റെസിഡൻസ് പെർമിറ്റ് കാർഡിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉള്ള പ്രൊസീജിയേഴ്സ് ഇത്രയുമാണ്. ഇനി എന്തൊക്കെ പാക്ക് ചെയ്യണം ബാഗിൽ, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ആവശ്യം എന്നുള്ളതൊക്കെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.